CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫാൻസ് പവറിനെ കുറിച്ചും കൂടാതെ വിന്റർ ട്രാൻസ്ഫറിനോടനുബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും കൂടാതെ അൽവാരോ വാസ്കസിന്റെ നിലവിലെ അവസ്ഥയുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫാൻസ് പവറിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫാൻസ് ഉള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം, സ്റ്റേഡിയത്തിലെ കളി കാണാൻ എത്തുന്ന കാര്യത്തിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും വളരെ സജീവമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് പുതുതായി വരുന്ന താരങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ പിന്തുണ വർദ്ധിക്കുന്നതും പതിവ് കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനെയും ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെ ഇടപെടലുകൾ. നിലവിൽ ലൂണക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെഡർ സെർണിച്ച് എന്ന യൂറോപ്യൻ താരവും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്നേഹത്തിന് മുന്നിൽ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ സൈൻ ചെയ്യുന്നതിന് മുൻപായി ഇൻസ്റ്റഗ്രാമിൽ വെറും 7000-നടുത്ത് ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു താരത്തിന്റെ നിലവിലെ ഫോളോവേഴ്സ് 10 ഇരട്ടിയും കഴിഞ്ഞ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഫെഡർ സെർണിച്ച് എന്ന ഈ ഒരു താരത്തിനുള്ളത് 100,000-ന് മേലെ ഫോളോവേഴ്സ് ആണ്. ഈ ഒരു ഫാൻസ് പവറിനെ കുറിച്ചുകൊണ്ട് താരം തന്റെ ഇൻസ്റ്റയിലെ പുതിയ പോസ്റ്റിനടിയിൽ കുറിച്ചിട്ടുള്ളത് ഇപ്രകാരം: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കുടുംബത്തിൽ ചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെ അധികം സന്തോഷിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും 1000 നന്ദിയും അറിയിക്കുന്നു. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം. ഇക്കാര്യങ്ങളൊക്കെയാണ് താരം തന്റെ പുതിയ പോസ്റ്റിനടിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ തുറന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടനവധി റൂമറുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ISLലെ ആരാധകർക്കിടയിലെ വലിയൊരു ചർച്ചാ വിഷയമാണിപ്പോൾ ഇന്ത്യൻ സൂപ്പർ താരമായ മുഹമ്മദ് യാസിറിനെ കുറിച്ച്. നിലവിൽ ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന യാസിർ എന്ന ഈ ഒരു താരം 91 മത്സരങ്ങളിൽ നിന്നും 6 ഗോളുകളും 15 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഡീഷ FC, മുംബൈ സിറ്റി FC, ചെന്നൈ FC, കേരള ബ്ലാസ്റ്റേഴ്സ് FC കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC എന്നീ ടീമുകൾ യാസിറിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്നത് മുഹമ്മദ് യാസിർ എന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് കൂടുതൽ അടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൈറ്റ് മിഡ് പൊസിഷനിലും ലെഫ്റ്റ് മിഡ് പൊസിഷനിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്നാൽ അത് ഏറെ പ്രയോജനമാവും. ISLൽ ഹൈദരാബാദിനെ കൂടാതെ തന്നെ FC ഗോവയ്ക്ക് വേണ്ടിയിട്ടും പൂനെ സിറ്റി FCക്ക് വേണ്ടിയിട്ടും മുഹമ്മദ് യാസിർ പന്ത് തട്ടിയിട്ടുണ്ട്. ഏതായാലും 25 വയസ്സ് മാത്രം പ്രായമുള്ള യാസിർ എന്ന ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഏറെ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ അൽവാരോ വാസ്കസിനെ കുറിച്ചാണ്. നിലവിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൽവാരോ വാസ്കസ് ഇതുവരെ ആയിട്ടും ഒരു ക്ലബിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ്. നിലവിൽ താരം സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിലുള്ള ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അക്കാദമി എന്ന് പറയുന്നത് ഫ്രീ ഏജന്റ് ആയിട്ടുള്ള താരങ്ങൾക്ക് ഫിറ്റ്നസ് പരിശീലനം നടത്താനും കൂടാതെ മറ്റ് ട്രെയിനിങ്ങുകൾ നടത്താനുമുള്ള ഒരു അക്കാദമിയാണ്. നമുക്കറിയാം, പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച അൽവാരോ വാസ്കസ് ശേഷം ISLലെ തന്നെ ക്ലബായ FC ഗോവയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും വലിയ അവസരങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അൽവാരോക്ക്. പിന്നീട് താരം സ്പാനിഷിലേക്ക് കൂടുമാറിയതിനു ശേഷം അൽവാരോക്ക് അവിടെയും അവസരങ്ങൾ ലഭിക്കാതെ പോയി. നിലവിൽ താരം സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിലുള്ള ഒരു അക്കാദമിയിലാണ് ഉള്ളത്. നിലവിൽ അൽവാരോ ഈ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന വിവരം അൽവാരോ തന്നെ തന്റെ സ്റ്റോറിയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.